ഇന്ന് നമുക്ക് കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ പരവ എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കറിയായിട്ട് വയ്ക്കാം. ഇത്തിരി മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ പിള്ളേർക്കാണെങ്കിലും വലിയ ഇഷ്ടമാണ് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചാറുകറി ഒന്നും ഇരിപ്പില്ല. അപ്പോൾ നമുക്കന്നത് കറി വയ്ക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. സാധാരണ നമ്മൾ ഉണക്ക അയിലയൊക്കെ കേട്ടോ മാങ്ങയിട്ട് വയ്ക്കണം. അപ്പോൾ ഇവിടെ ആർക്കും ഉണക്കമീൻ അയില കൂട്ടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പരവിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അത് മാങ്ങയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുട്ടികളാണെങ്കിലും നന്നായിട്ട് കഴിച്ചോളും. മറ്റേ അയില എല്ലാവർക്കും അലർജി, അയില കഴിക്കാനേ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അയില മാങ്ങ വെക്കണേ, അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പരവയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കിട്ടുന്നത്. അപ്പോഴേക്കും നമുക്കിത് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേ ഇത്രയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കണത്. അമ്മ ഈ മാങ്ങയും ചെത്തിയെടുക്കാമോ? ചെത്തിയെടുക്കാം. ആ മാങ്ങ മൊത്തം വേണോ അമ്മേ? മാങ്ങയിലാണ് പുളി കൂടുവോ? ഇതേ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങ് പറക്കിയിടാം. പിന്നെ ഒരു 4 പച്ചമുളക് ഇതിനകത്തേക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനി നന്നായി നമ്മൾ മാങ്ങ ഇത് കുറച്ചൊരു പകുതി വേവായിട്ടാട്ടോ മാങ്ങ ഇടുള്ളൂ. ഉപ്പ് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇതിന് ഉണക്കമീനിനകത്ത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ഇടാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഇത്രയും തേങ്ങയുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. തേങ്ങ നമുക്ക് ഇത് വേകുമ്പോഴേക്കും അരച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് മാങ്ങ ഇടാം, അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മീനൊക്കെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് തന്നെ. ഇനി നമുക്കിത് ശരിക്കും അടച്ചു വെച്ച് മാങ്ങയൊക്കെ ശരിക്കും വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷമാണ് തേങ്ങയൊക്കെ ചേർക്കുന്നത്. മാങ്ങ വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കുഞ്ഞാവ എഴുന്നേറ്റിട്ട് നൊലോളിക്കുകയാണ്ടോ, ഉറക്കം കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമീൻ നല്ല ഉപ്പുണ്ടല്ലോ, അപ്പം മാങ്ങ ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി ഉപ്പ് ചേർക്കണം. അല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു.
ഇത് ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതെങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണ്ട കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അപ്പം തന്നെ ഓഫ് ചെയ്യണം. നമുക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കാം. ദേ ഇവിടെ കുറച്ച് മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേർ വിശക്കണമെന്ന് കുറേ നേരമായി പറയണു. ഇന്ന് അവർക്ക് ക്ലാസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ചോറ് വിളമ്പാം. ചോറിനാ വന്നേ. ഇതിനാ കറിയുടെ കഷ്ണം വേണോ? എനിക്കും. ഇവർക്കേ മീനിന്റെ കഷ്ണം തപ്പണതാണ് കേട്ടോ. മാങ്ങ ഇവര് കഴിക്കില്ല. മെഴുക്കുവരട്ടി ചേർത്തിട്ടേ ഇതേ ഞങ്ങൾ രാവിലെ ചേട്ടന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കപ്പങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയേക്കണത്. അതാ ഇഷ്ടം മെഴുക്ക് പുരട്ടിയായിട്ട്. അങ്ങനെ ഞാനും അപ്പോൾ ഊണ് കഴിക്കാൻ പോകണം. എനിക്ക് പുറത്ത് ഇത്തിരി പണിയുണ്ട്, കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.